ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് റഷ്യൻ കട്ട്ലറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Welcome to Isa's Kitchen. റഷ്യൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ചെറിയ ക്യാരറ്റും 6 ബീൻസും എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആദ്യം നമുക്ക് ബീൻസ് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് ഞാൻ ഇവിടെ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ചെടുക്കില്ല, അതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബീൻസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്തുള്ള ക്യാരറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ റഷ്യൻ കട്ട്ലറ്റ് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. സവോള ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിളും ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 250 ഗ്രാം ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത് 400 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗ്രീൻ പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീൻസും ഗ്രീൻ പീസും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രേറ്റ് ചെയ്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിലുള്ള ചിക്കനും വെജിറ്റബിൾസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കനും വെജിറ്റബിളും ഒന്ന് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആ സ്റ്റോക്ക് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. ചിക്കനും വെജിറ്റബിളൊക്കെ നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ചിക്കൻ്റെ പീസ് ഒന്ന് മാറ്റണം കേട്ടോ. ഇനി നമുക്ക് കട്ട്ലറ്റിന് ആവശ്യമുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മൈദ ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇത് സാധാരണ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അതിൽ പാലിൻ്റെ കൂടെ നമ്മൾ ആ വെജിറ്റബിളും ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. ഇപ്പോൾ ബട്ടറിൽ കിടന്ന ആ മൈദയൊക്കെ എല്ലാം പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കട്ടിയാവുന്ന വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒപ്പം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ നമ്മളുടെ റഷ്യൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വൈറ്റ് സോസൊക്കെ ചൂടാറിയപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വെജിറ്റബിളിൽ നിന്ന് മാറ്റിയിട്ടുള്ള ആ ചിക്കൻ്റെ പീസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില. സാധാരണ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടല്ല ഉണ്ടാക്കുക. ഇത് നമുക്ക് ഈ കട്ട്ലേറ്റിലേക്ക് ചേർക്കാനുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ, അതുപോലെ ചില്ലി ഫ്ലേക്സ്, പച്ചമുളക് കട്ട് ചെയ്തത്, മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിളും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിളും ചിക്കനും വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് സോസിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റ് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ട വേണം, പിന്നെ കുറച്ച് മൈദ, പിന്നെ ഞാൻ ഇവിടെ കുനാഫ ഡോണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിയ സേമിയ ഉണ്ടല്ലോ, നമ്മൾ ഉപ്മാവിനും പായസത്തിനും ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ സേമിയ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലറ്റ് എല്ലാം റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് മൈദയിലൊന്ന് മുക്കിയെടുക്കാം. രണ്ട് സൈഡിലും മൈദ ആവുന്ന രീതിയിൽ ആക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു കോഴിമുട്ട ഒരു നുള്ളു ഉപ്പിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് കുനാഫ ഡോയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരേപോലെ കവർ ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കാം കേട്ടോ. ഈ രീതിയിൽ ബാക്കി എല്ലാ കട്ട്ലേറ്റും നമുക്ക് ചെയ്തെടുക്കാം. ഈ റഷ്യൻ കട്ട്ലേറ്റ് നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റഷ്യൻ കട്ട്ലേറ്റൊക്കെ ഇവിടെ പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കട്ട്ലേറ്റ് പൊരിക്കാൻ വേണ്ടി വെച്ച ഓയിൽ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഞാനിവിടെ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല ക്രീമി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.